ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗോള കത്തോലിക്ക തിരുസഭ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഡിസംബർ 8-ാം തീയതി. 1854 ഡിസംബർ 8-ാം തീയതി പരിശുദ്ധ കന്യകാ മറിയം അമലോത്ഭവയാണ് എന്ന വിശ്വാസ സത്യം 9-ാം പിയൂസ് മാർപ്പാപ്പ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. നൂറ്റാണ്ടുകളായി തിരുസഭയിൽ നിലനിന്നിരുന്ന പരമ്പരാഗതമായ വിശ്വാസത്തെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു ഇതിലൂടെ മാർപ്പാപ്പ ചെയ്തത്. മറിയത്തെ ഏറെ സ്നേഹിക്കുന്ന മരിയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അമ്മയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലൊക്കെ അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഡിസംബർ 8-ാം തീയതി മറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് അമലോത്ഭവം, എങ്ങനെയാണ് മറിയം അമലോത്ഭവയായത്, ഇതിനെക്കുറിച്ച് തിരുസഭയുടെ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും പഠനങ്ങളും നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. അമലോത്ഭവം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക, ആ വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉത്ഭവ പാപം ഇല്ലാതെ ജനിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ പ്രതിഭാസം. ഉത്ഭവ പാപമില്ലാതെ ജനിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ പ്രതിഭാസത്തെ നമുക്ക് അമലോത്ഭവം എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഉത്ഭവ പാപം എന്താണ് എന്നതാണ്. എന്താണ് ഉത്ഭവ പാപം? ആദ്യ മാതാപിതാക്കളായ ആദവും ഹവയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു, അഥവാ അവർ പാപം ചെയ്തു. അങ്ങനെ പാപം ചെയ്തപ്പോൾ അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന കൃപ നഷ്ടപ്പെടുകയാണ്. ദൈവം അവരെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവർക്ക് കൊടുത്ത എല്ലാ കൃപകളും അവരുടെ പാപം മൂലം അവർ നഷ്ടപ്പെടുത്തി. അങ്ങനെ കൃപാരാഹിത്യത്തിൻ്റെ, കൃപ ഇല്ലായ്മയുടെ ഒരവസ്ഥാവിശേഷം സംജാതമായി. തുടർന്ന് ജനിക്കുന്ന എല്ലാ മനുഷ്യരും, ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന സകല മനുഷ്യരും സത്യത്തിൽ ദൈവം ആഗ്രഹിച്ചിരുന്നത് ജനിക്കുമ്പോൾ തന്നെ കൃപയുടെ തികവിലും പൂർണ്ണതയിലും ജനിക്കുക എന്നതായിരുന്നു. ആദ്യമാതാപിതാക്കളായ ആദത്തെയും ഹവ്വയെയും സൃഷ്ടിക്കുമ്പോൾ എന്തെല്ലാം കൃപകൾ കൊണ്ട് അവരെ ദൈവം നിറച്ചുവോ അതെല്ലാം തന്നെ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെന്ന് ദൈവ പദ്ധതിയായിരുന്നു. എന്നാൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്ത് ഈ കൃപ നഷ്ടപ്പെടുത്തിയ കാരണം ഓരോ മനുഷ്യരും പിന്നീട് ജനിച്ചു വീഴുമ്പോൾ എല്ലാവരും ആദ്യ മാതാപിതാക്കളായ ആദത്തിൻ്റെയും ഹവ്വയുടെയും മക്കളായതുകൊണ്ട് ജനിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടിയിരുന്ന കൃപ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ജനിക്കേണ്ടതായി വരുന്നു, അഥവാ കൃപാരാഹിത്യം എന്ന അവസ്ഥയിൽ ജനിക്കേണ്ടതായി വരുന്നു. ഇതിനെയാണ് നമ്മൾ ഉത്ഭവ പാപം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക. ഒരുപക്ഷെ ഉത്ഭവ പാപം എന്ന വാക്ക് കേൾക്കുമ്പോൾ ചെയ്ത പാപം എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ പാപം എന്ന വാക്ക് സാധാരണഗതിയിൽ ഒരു വ്യക്തിയാണല്ലോ അതിന് ഉത്തരവാദി. ഞാൻ പാപിയാണെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത പാപത്തിൻ്റെ ഉത്തരവാദിത്വം, ആ അർത്ഥത്തിലാണല്ലോ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ഉത്ഭവ പാപം എന്നത് ചെയ്ത പാപം അല്ല, പിന്നെയോ കൈമാറി കിട്ടിയ ഒരു അവസ്ഥാവിശേഷമാണ്. ഞാൻ ജനിക്കുമ്പോൾ എനിക്കുണ്ടാകേണ്ടിയിരുന്ന കൃപ, അല്ലെങ്കിൽ എനിക്ക് അവകാശമായിരുന്ന കൃപ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം, അത് ഇല്ലാത്ത ഒരവസ്ഥയിൽ ജനിക്കേണ്ടി വരുന്നതിനെയാണ് നമ്മൾ ഉത്ഭവ പാപം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏറെ സംവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിതെളിച്ചിട്ടുള്ള ഒരു ദൈവശാസ്ത്ര വിഷയമാണ് ഉത്ഭവ പാപം എന്നുള്ള വിഷയം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കിത് മനസ്സിലാക്കാൻ ചിലപ്പോഴെങ്കിലും ബുദ്ധി കൊണ്ട് അതിനെ ഉൾക്കൊള്ളുക, ഗ്രഹിക്കുക ഒരല്പം പ്രയാസമായിരിക്കും. കാരണം ഒരു വ്യക്തി ചെയ്യാത്ത തെറ്റ് എന്തിന് ആ വ്യക്തിയുടെ മേൽ ആരോപിക്കപ്പെടുന്നു എന്ന ചിന്തയൊക്കെ മനസ്സിലേക്ക് വരാം. അഥവാ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഒന്നും അറിയാത്തൊരു പാവം കുഞ്ഞ് ഇതാ പണ്ടെങ്ങോ മാതാപിതാക്കൾ അഥവാ ആദ്യ മാതാപിതാക്കൾ ചെയ്ത തെറ്റിൻ്റെ ഫലം അനുഭവിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ച് മനസ്സിലാക്കാൻ ഒരല്പം പ്രയാസം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമുക്കിതിനെ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം. ഉദാഹരണങ്ങൾക്ക് എപ്പോഴും അതിൻ്റേതായ പരിധികളുണ്ട്, പരിമിതികളുണ്ട്.
എങ്കിലും അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നൊരു ചെറിയ ഉദാഹരണം എന്ന നിലയിൽ ഇതിനെടുത്താൽ മതിയാവും. ഒരു സ്ത്രീ തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ സംവഹിക്കുന്ന സമയത്ത്, അഥവാ ഗർഭിണിയായൊരു സ്ത്രീ കുഞ്ഞ് ഉദരത്തിലുള്ളപ്പോൾ ഏതെങ്കിലും തരത്തിൽ മദ്യപാനമോ അല്ലെങ്കിൽ പുകവലിയോ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ ഉള്ള ഒരു വ്യക്തിയാണെന്ന്, ഒരു സ്ത്രീ ആണെന്ന് വിചാരിക്കുക. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകാറില്ല, എങ്കിലും തൽക്കാലം അങ്ങനെയാണെന്ന് വിചാരിക്കുക. കുഞ്ഞ് ഉദരത്തിലുള്ളപ്പോൾ ഈ സ്ത്രീ മദ്യം, മയക്കുമരുന്ന്, പുകവലി തുടങ്ങിയ ദുശീലങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കുമെന്നുള്ളത് ഒരു ശാസ്ത്ര സത്യമാണ്. കുഞ്ഞ് ജനിക്കുമ്പോൾ ഉറപ്പായും വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ഏതെങ്കിലും രീതിയിലുള്ള പോരായ്മകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഈ കുഞ്ഞിന് ആരോഗ്യത്തോടെ ജനിക്കാൻ അവകാശമുണ്ടായിരുന്നു. എന്നാൽ അമ്മ ചെയ്ത ചില പ്രവർത്തികൾ കാരണം, മദ്യപാനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ കാരണം കുഞ്ഞ് ആരോഗ്യത്തോടെ ജനിക്കാൻ സാധിക്കാതെ ചില വൈകല്യങ്ങളുമായി അഥവാ ആരോഗ്യ പ്രശ്നങ്ങളുമായി കുഞ്ഞ് ജനിക്കേണ്ടതായിട്ട് വരുന്നു. ഇത് ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ് എങ്കിൽ, വൈദ്യശാസ്ത്രവും ശാസ്ത്രലോകവും സമ്മതിക്കുന്ന ഒരു സത്യമാണ് ഇത് എങ്കിൽ, ഒരു യാഥാർത്ഥ്യമാണ് ഇത് എങ്കിൽ, ഇതേപോലെ നമ്മൾ ആത്മീയമായ ഈ ഒരു യാഥാർത്ഥ്യത്തെ, ആദ്യം പറഞ്ഞ യാഥാർത്ഥ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആദ്യ മാതാപിതാക്കൾ അവർ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ കൃപയുടെ പൂർണ്ണതയിൽ സൃഷ്ടിക്കപ്പെട്ടു. ആ കൃപ അവരിലൂടെ അടുത്ത തലമുറയിലേക്ക്, അവരുടെ മക്കളിലേക്ക്, മക്കളുടെ മക്കളിലേക്ക്, ലോകാവസാനം വരെ ജനിക്കാനിരിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും കൈമാറണം എന്നുള്ളത്, കൈമാറ്റം ചെയ്യപ്പെടണം എന്നുള്ളത് ദൈവനിശ്ചയമായിരുന്നു. നിർഭാഗ്യവശാൽ ദൈവ പദ്ധതിയോട് ആദ്യ മാതാപിതാക്കൾ സഹകരിക്കാതെ വന്നപ്പോൾ, അവർ കൃപ നഷ്ടപ്പെടുത്തിയപ്പോൾ അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ട കൃപ അടുത്ത തലമുറയ്ക്ക് കിട്ടാതെ വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ കൃപാരാഹിത്യത്തിൻ്റെ ഒരവസ്ഥയിൽ ജനിക്കേണ്ടതായി വരുന്നു. ഇതിനെയാണ് നമ്മൾ ഉത്ഭവപാപം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഉത്ഭവപാപം എന്താണ് എന്ന് മനസ്സിലായെങ്കിൽ ഇനി നമുക്ക് മറിയം അമലോത്ഭവയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഇനി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാ മനുഷ്യർക്കും സംഭവിക്കേണ്ടിയിരുന്ന ഈ യാഥാർത്ഥ്യം, ലോകാവസാനം വരെ ആദത്തിൻ്റെയും ഹവ്വയുടെയും എല്ലാ സന്തതികൾക്കും സംഭവിക്കേണ്ട ഈ യാഥാർത്ഥ്യം മറിയത്തിൻ്റെ കാര്യത്തിൽ ദൈവം ഒരു ഒഴികഴിവ്, എക്സെപ്ഷൻ നൽകുകയാണ്. മറിയം ജനിക്കുമ്പോൾ അങ്ങനെ ഒരു കൃപാരാഹിത്യം എന്ന അവസ്ഥയിൽ ജനിക്കരുത് എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ദൈവപുത്രന് ഈ ഭൂമിയിൽ പിറക്കാൻ, ജന്മം കൊടുക്കാൻ ഉള്ള സ്ത്രീ എന്ന നിലയിൽ ഉത്ഭവ നിമിഷം മുതൽ തന്നെ ഉദരത്തിൽ ഉരുവാക്കപ്പെടുന്ന നിമിഷം മുതൽ തന്നെ കൃപാവരദാന ഫലങ്ങളാൽ, കൃപയാൽ പൂർണ്ണമാക്കപ്പെട്ട അവസ്ഥയിൽ അവൾ ജനിക്കണം എന്നുള്ളത്, അല്ലെങ്കിൽ ഉത്ഭവിക്കണം എന്നുള്ളത്, ഉദരത്തിൽ ഉരുവാക്കപ്പെടണം എന്നുള്ളത് ദൈവ പദ്ധതിയുടെ ഒരു മുൻകൂട്ടിയുള്ള നിശ്ചയമായിരുന്നു. യേശുവിൻ്റെ രക്ഷാകരമായ പ്രവർത്തികളിലൂടെ ഈ ഭൂമിയിലെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം, ഇതിലൂടെ ഭൂമിയിൽ ഓരോ മനുഷ്യർക്കും കൈവരുന്ന കൃപ അല്ലെങ്കിൽ അനുഗ്രഹം, അത് യേശുവിന് മുമ്പ് തന്നെ മുൻകൂട്ടി, യേശുവിൻ്റെ രക്ഷാകര ബലിയിലൂടെ കൈവരുന്ന കൃപ മുൻകൂട്ടി പരിശുദ്ധ കന്യകാമറിയത്തിന് നൽകാൻ ദൈവം തിരുമനസ്സായി എന്നതാണ് തിരുസഭ ഈ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഈശോയിൽ സ്നേഹമുള്ളവരെ, മറിയത്തിന് ഇങ്ങനെ ഒരു കൃപ കിട്ടിയതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കതിനെ കുറച്ചുകൂടെ വ്യക്തതയോടെ മനസ്സിലാക്കാൻ ഇങ്ങനെ ചിന്തിക്കാം. വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയം എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്ന സമയത്ത് എലിസബത്തിനെ അഭിവാദനം ചെയ്യുമ്പോൾ എലിസബത്തിലും ഉദരത്തിൽ കിടക്കുന്ന ശിശുവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ അമ്മയും കുഞ്ഞും വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അന്നേരം ഉദരത്തിൽ കിടക്കുന്ന ശിശു ആരാണെന്ന് നമുക്കറിയാം, സ്നാപക യോഹന്നാൻ, ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാൻ. ഈ ഉദരത്തിൽ കിടക്കുന്ന സ്നാപക യോഹന്നാന്, കുഞ്ഞു യോഹന്നാന് പ്രായം 6 മാസമായിരുന്നു. ഉദരത്തിൽ 6 മാസം പ്രായം ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്നാപക യോഹന്നാൻ, ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞു യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുകയും കൃപാവരങ്ങൾ കൊണ്ട് നിറയപ്പെടുകയുമാണ്. ഇനി നമ്മളുടെ ഓരോരുത്തരും കാര്യമെടുക്കാം. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ഏതാനും ആഴ്ചകളോ അല്ലെങ്കിൽ ഏതാനും മാസങ്ങളോ കഴിയുമ്പോൾ
മാമോദീസായിലൂടെ നമ്മളും വിശുദ്ധീകരിക്കപ്പെടുന്നു. കൃപാവര ദാനഫലങ്ങൾ കൊണ്ട് നമ്മളും നിറയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ മാമോദീസായുടെ സമയത്ത് നമ്മൾ സ്വീകരിക്കുന്ന ദൈവകൃപ ഉദരത്തിൽ 6 മാസം പ്രായമായിരുന്നപ്പോൾ സ്നാപക യോഹന്നാൻ, കുഞ്ഞു യോഹന്നാൻ സ്വീകരിച്ച ദൈവകൃപ, ഈ കൃപ ഉരുവാക്കപ്പെടുമ്പോൾ തന്നെ, ഉദരത്തിൽ ഉരുവാക്കപ്പെടുമ്പോൾ തന്നെ മറിയത്തിന് നൽകാൻ ദൈവം തിരുമനസ്സായി. ഇതിനെയാണ് നമ്മൾ അമലോത്ഭവം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ഏതെങ്കിലും തരത്തിൽ ദൈവ ശാസ്ത്രപരമായ അല്ലെങ്കിൽ ബൈബിൾ സംബന്ധമായ അടിത്തറ എന്തെങ്കിലും ഉണ്ടോ? ബൈബിളിൽ എവിടെയെങ്കിലും മറിയം അമലോത്ഭവയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ശരിയാണ്, അമലോത്ഭവം എന്നൊരു വാക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുക സാധ്യമല്ല. അല്ലെങ്കിൽ മറിയം അമലോത്ഭവയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരിടത്തും എഴുതി വെച്ചിട്ടുമില്ല. പക്ഷേ മറിയം അമലോത്ഭവയാണ് എന്ന നിഗമനത്തിൽ തിരുസഭ എത്തിച്ചേരാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനും അത് ഔദ്യോഗികമായി തന്നെ വിശ്വാസത്യമായി പ്രഖ്യാപിക്കാനും കാരണമായി തീരുന്ന ഒത്തിരി വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഓരോന്നും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യമാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, ദൈവം സർപ്പത്തോട് ഇപ്രകാരം പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇവിടെ സർപ്പം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിശാചിനെയാണ്, സാത്താനെയാണ്. പിശാചിന്റെ തല തകർക്കുന്ന സന്തതി എന്ന് പറയുന്നത് ആരാണ്? അത് കർത്താവീശോ മിശിഹയാണ്. തല തകർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിശേഷം തോൽപ്പിക്കുക, പരിപൂർണമായി തോൽപ്പിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിശാചിനെ, സാത്താനെ പരിപൂർണമായി തോൽപ്പിച്ച, സമ്പൂർണമായി തോൽപ്പിച്ച വ്യക്തി കർത്താവീശോ മിശിഹയാണ്. കർത്താവീശോ മിശിഹായ്ക്ക് ജന്മം കൊടുത്ത സ്ത്രീയെക്കുറിച്ച് ഈ വചനത്തിൽ പറയുന്നു. അല്ലെങ്കിൽ ഈശോയ്ക്ക് ജന്മം കൊടുക്കാനിരിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ഈ വചനഭാഗത്ത് പറയുന്നു, നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്തതിയും നിന്റെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്നും. അപ്പോൾ ഈ സ്ത്രീ ആരാണ്? ഈശോയ്ക്ക് ജന്മം കൊടുത്ത സ്ത്രീ ആരാണ്? പരിശുദ്ധ കന്യകാമറിയമാണ്. പരിശുദ്ധ കന്യകാമറിയവും സാത്താനും തമ്മിലുള്ള ശത്രുത ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. കന്യകാമറിയവും പിശാചും തമ്മിലുള്ള ശത്രുത ഇതാ ആദ്യ പാപം ചെയ്തതിന് ശേഷം കൃപ നഷ്ടപ്പെടുത്തിയ ആദ്യ മാതാപിതാക്കളുടെ പ്രവൃത്തിക്ക് ശേഷം ദൈവം പ്രത്യക്ഷപ്പെട്ട് അന്നേരം ആദ്യ മാതാപിതാക്കളോട്, അതിനുശേഷം പിശാചിനോട് ദൈവം സംസാരിക്കുമ്പോൾ ഈ ഒരു വിഷയം പരാമർശ വിഷയമായി കടന്നു വരുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ജന്മം കൊള്ളുന്ന ദൈവപുത്രനായ മിശിഹ പിശാചിന്റെ തല തകർക്കുമെന്നും കന്യകാമറിയം എന്ന സ്ത്രീ പിശാചിന്റെ ശത്രുവായി, നിതാന്ത ശത്രുവായി എന്നും ഉണ്ടാകുമെന്നുമുള്ള യാഥാർത്ഥ്യം ഇവിടെ കാണുന്നുണ്ട്. ഒരു വ്യക്തിക്ക് സമ്പൂർണമായ ശത്രുത പിശാചിനെതിരെ ഉണ്ട് എന്ന് അവകാശപ്പെടണമെങ്കിൽ ഒരു നിമിഷാർത്ഥ നേരത്തേക്ക് പോലും ആ വ്യക്തി കൃപാരാഹിത്യം ഉള്ള വ്യക്തി ആകരുത്. അഥവാ സമ്പൂർണമായി തന്നെ ഉത്ഭവ നിമിഷം മുതൽ മരണനിമിഷം വരെ കൃപയുടെ പൂർണ്ണതയിൽ, കൃപയുടെ നിറവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സമ്പൂർണമായ ശത്രുത അവകാശപ്പെടാൻ സാധിക്കൂ. ഒരു നിമിഷാർത്ഥ നേരത്തേക്ക് പോലും പാപം ചെയ്യാത്ത, ഒരു നിമിഷാർത്ഥ നേരത്തേക്ക് പോലും കൃപയുടെ രാഹിത്യം അനുഭവിക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ പൂർണ്ണമായും ശത്രുത പിശാചിനോട് അവകാശപ്പെടാനായിട്ട് സാധിക്കൂ. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പിശാചിനെതിരെ പ്രാർത്ഥന വഴിയും പരിഹാര പ്രവർത്തികൾ വഴിയും ഉപവാസം വഴിയും ഒക്കെ നമ്മൾ പിശാചിനെതിരെ യുദ്ധം ചെയ്യുന്നുണ്ട്. നമ്മളും പിശാചിൻ്റെ ശത്രുക്കൾ തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്കെതിരെ പടപൊരുതുമ്പോഴും ചിലപ്പോഴെങ്കിലും നമ്മൾ പൈശാചിക പ്രലോഭനങ്ങളിൽ വീണു പോകാറുണ്ട്, തെറ്റു ചെയ്യാറുണ്ട്, കൃപ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ മറിയത്തിൻ്റെ കാര്യത്തിൽ ഒരു നിമിഷം പോലും കൃപ നഷ്ടപ്പെട്ടൊരവസ്ഥയില്ല. ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ തന്നെ അവൾ കൃപ കൊണ്ട് നിറഞ്ഞവളായിരുന്നു. അതുകൊണ്ട് തന്നെ സമ്പൂർണമായ ശത്രുത പിശാചിനെതിരെ ഉണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തി പരിശുദ്ധ കന്യകാമറിയമാണ്. അതുപോലെ തന്നെ കർത്താവീശോ മിശിഹായും. മറ്റാർക്കും തന്നെ അങ്ങനെ അവകാശപ്പെടുക സാധ്യമല്ല. അപ്പോൾ ഈ ഒരു വചനം മറിയത്തിൻ്റെ അമലോത്ഭവത്വത്തിന് സൂചന നൽകുന്ന വചനമായി ബൈബിൾ വ്യാഖ്യാതാക്കളും ദൈവശാസ്ത്രജ്ഞരും പറയുന്ന, വ്യാഖ്യാനിക്കുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കുന്ന വചനങ്ങളിൽ ഒന്നാണ്.
രണ്ടാമതായി നമ്മൾ കാണുന്നു ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ആരാണിത് പറയുന്നത്? ദൈവദൂതൻ മറിയത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന വാക്കുകളാണ് ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഓർക്കുക, ദൈവദൂതന് യാഥാർത്ഥ്യങ്ങൾ അറിയാം. ദൈവദൂതന് ഒരു വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്നറിയാം. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത് കൃപ നിറഞ്ഞവളെ എന്ന്. കൃപ നിറഞ്ഞവളെ എന്ന് ദൈവദൂതൻ പറഞ്ഞതിന് ശേഷമാണോ മറിയത്തിൽ കൃപ നിറഞ്ഞത്? ഒരിക്കലുമല്ല. കൃപ നിറഞ്ഞവൾ ആയതുകൊണ്ടാണ് മറിയത്തെ നോക്കി ദൈവദൂതന് കൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ എന്നെ ഒരാൾ പുരോഹിതൻ എന്ന് അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ പുരോഹിതനാകുന്നതിന് മുമ്പ് അത് സാധിക്കുമോ? സാധ്യമല്ല. പുരോഹിതനായതിനു ശേഷമാണ് എന്നെ ഒരാൾ പുരോഹിതൻ എന്ന്, വൈദികൻ എന്ന് അഭിസംബോധന ചെയ്യുക. ഇതുപോലെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ഇപ്പോൾ പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രി എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതായി കഴിയുമ്പോഴാണല്ലോ പ്രധാനമന്ത്രി എന്ന് വിളിക്കുക. അതിനു മുൻപ്, പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് ആരെങ്കിലും നോക്കി പ്രധാനമന്ത്രി എന്ന് വിളിക്കുക സാധ്യമാണോ? സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ ദൈവദൂതൻ മറിയത്തെ നോക്കി ദൈവകൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദൂതന്റെ വാക്കുകൾ പറഞ്ഞതിന് ശേഷമല്ല മറിയത്തിൽ കൃപ നിറയുന്നത്, പിന്നെയോ കൃപ നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ആയതുകൊണ്ടാണ് മറിയത്തെ ദൈവദൂതൻ കൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യുക. അതിൻ്റെ അർത്ഥം ഉത്ഭവ നിമിഷം മുതൽ തന്നെ മറിയത്തിൽ കൃപ നിറഞ്ഞിരുന്നു. കൃപയില്ലാത്ത, കൃപാരാഹിത്യത്തിൻ്റെ ഒരു നിമിഷം പോലും മറിയത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഇതാണ് രണ്ടാമത്തെ വചനമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി മൂന്നാമതായി നമ്മൾ കാണുന്നു ലൂക്കായുടെ തന്നെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവിടെ എലിസബത്ത്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്ന സംഭവം. മറിയം വന്ന് എലിസബത്തിൻ്റെ അടുത്ത് വന്ന് എലിസബത്തിനോട് അഭിവാദനം ചെയ്തപ്പോൾ, അഭിവാദനം ചെയ്യാന്ന് പറഞ്ഞ് വിഷ് ചെയ്തു. മറിയം സാധാരണഗതിയിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ വിഷ് ചെയ്യാറുണ്ട്, അഭിവാദനം ചെയ്യാറുണ്ട്, ഹായ് എന്നോ ഹലോ എന്നോ നമസ്കാരം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവരുടെ ഭാഷയിൽ മറിയം ഇതാ എലിസബത്തിനെ ഒന്ന് ഗ്രീറ്റ് ചെയ്തു, വിഷ് ചെയ്തു. അങ്ങനെ വിഷ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അഭിവാദനം ചെയ്ത നിമിഷത്തിൽ തന്നെ എലിസബത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു, ഉദരത്തിലെ ശിശുവിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. തുടർന്ന് എലിസബത്ത് പറയുന്ന വാക്കുകൾ, പരിശുദ്ധ കന്യകാമറിയത്തെ നോക്കിക്കൊണ്ട് വിശ്വസിച്ചവളെ ഭാഗ്യവതി എന്ന് തുടങ്ങുന്ന ദൈവത്തിൻ്റെ അമ്മ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നൊക്കെ അഭിസംബോധന ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. മറിയത്തിൻ്റെ അഭിവാദനത്തിലൂടെ ഇതാ സ്നാപക യോഹന, ഉദരത്തിൽ കിടക്കുന്ന ശിശു ഉൾപ്പെടെ എലിസബത്തും ഉദരത്തിലെ ശിശുവും ഇതാ വിശുദ്ധീകരിക്കപ്പെടുന്ന സംഭവം നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ ജെറമിയ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: അമ്മയുടെ ഉദരത്തിൽ രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഹാ എനിക്ക് ദുരിതം. യെശയ്യാ പ്രവാചകന്റെ വാക്കുകളാണ്. ഹാ എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു, കാരണം എൻ്റെ അധരങ്ങൾ അശുദ്ധമാണ്. അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ ഞാൻ വസിക്കുകയും ചെയ്യുന്നു. എൻ്റെ കണ്ണുകൾ കർത്താവിനെ ദർശിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവദൂതന്റെ ദർശനം യെശയ്യാ പ്രവാചകന് ഉണ്ടാവുകയാണ്. ഈ ദർശനമാത്രയിൽ ഭയവിഹ്വലനായി യെശയ്യാ പ്രവാചകൻ പറയുന്ന വാക്കുകളാണ്. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, അതിപ്രകാരമാണ്: സേറാഫുകളിൽ ഒന്നിൽ, സേറാഫു മാലാഖമാരുടെ ഒരു വിഭാഗം, ഒരു ഗണത്തെ വിളിക്കുന്ന പേരാണ് സേറാഫുകൾ. തുടർന്ന് വചനത്തിൽ നമ്മൾ കാണുകയാണ്, സേറാഫുകളിൽ ഒന്നിൽ ബലിപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് അഗ്നിയെടുത്ത് ഈ പ്രവാചകന്റെ അടുത്തേക്ക് വന്ന് പ്രവാചകന്റെ നാവിൽ സ്പർശിക്കുകയും നിന്റെ മാലിന്യം നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമ്മളിത് വായിക്കുമ്പോൾ, നമ്മൾ ഈ വചനഭാഗം വായിക്കുമ്പോൾ, ഈ 3 വചനഭാഗങ്ങൾ സ്നാപക യോഹന്നാൻ, ജെറമിയ, അതുപോലെ തന്നെ യെശയ്യാ, ഇവരെയൊക്കെ വചനപ്രഘോഷണത്തിന് മുമ്പ് വിശുദ്ധീകരിക്കുന്നതായി നമ്മൾ കാണുന്നു. സാക്ഷാൽ വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയായ വചനത്തെ പ്രഘോഷിക്കുന്നവരെ വിശുദ്ധീകരിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ വചനം തന്നെയായ ദൈവത്തെ ഉദരത്തിൽ സംവഹിക്കുന്ന മറിയത്തെ ഉത്ഭവ നിമിഷം മുതലേ വിശുദ്ധീകരിക്കുക എന്നുള്ളതും കൃപ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതും ദൈവ പദ്ധതിയുടെ ഭാഗമായിരുന്നു.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറിയം അമലോത്ഭവയാണ് എന്നുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങളുടെ വെളിച്ചത്തിൽ തിരുസഭ എത്തിച്ചേർന്നിരിക്കുന്ന പരമ്പരാഗതമായുള്ളൊരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തെ ഔദ്യോഗികമായി 9-ാം പിയൂസ് മാർപ്പാപ്പ 1854 ഡിസംബർ 8-ാം തീയതി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കാം, അല്ലെങ്കിൽ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മറിയം ഉത്ഭവത്തിലെ തന്നെ കളങ്കരഹിതയായി ജനിച്ചതുകൊണ്ട് മറിയത്തിന് പാപം ചെയ്യാതെ ജീവിക്കാൻ എളുപ്പമായിരുന്നുവെന്നും, മറിയം അമലോത്ഭവയായി ജനിച്ചതുകൊണ്ട് മറിയത്തിന് പാപം ചെയ്യാതെ പരിപൂർണമായി വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നുവെന്നും. എന്നാൽ പ്രിയപ്പെട്ടവരെ ഓർക്കുക, മറിയത്തിന് ലഭിച്ച ഈ കൃപ നമുക്ക് ഓരോരുത്തർക്കും മാമോദീസായുടെ സമയത്ത് ലഭിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ച ഏതാനും ആഴ്ചകളോ മാസങ്ങൾക്കോ ഉള്ളിൽ മാമോദീസ മുങ്ങുന്നു. അപ്പോൾ മാമോദീസായുടെ സമയത്ത് മറിയത്തിന് ഉത്ഭവ നിമിഷത്തിൽ തന്നെ ലഭിച്ച കൃപ, അല്ലെങ്കിൽ സ്നാപക യോഹന്നാന് 6 മാസം പ്രായമുള്ളപ്പോൾ ലഭിച്ച കൃപ, ഉദരത്തിൽ 6 മാസം പ്രായമുള്ളപ്പോൾ ലഭിച്ച കൃപ, നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ച് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് ഈ കൃപകളൊക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് കർമ്മപാപമില്ലാതെ ജീവിക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും നമ്മിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. വിശുദ്ധിയിൽ ജീവിക്കാനും വിശുദ്ധിയിൽ വളരാനുമുള്ള എല്ലാ കൃപകളും, പരിപൂർണത പ്രാപിക്കാൻ വേണ്ട എല്ലാ കൃപകളും മാമോദീസായുടെ സമയത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അമലോത്ഭവത്വം എന്ന് പറയുന്നത് കന്യകാമറിയത്തിന് ദൈവം കൊടുത്ത ദാനമായിരുന്നുവെങ്കിൽ, കർമ്മപാപമില്ലാതെ പരിശുദ്ധയായി അവൾ ജീവിച്ചു എന്നുള്ളത് മറിയം ദൈവത്തിന് കൊടുത്ത പ്രതിസമ്മാനമായിരുന്നു. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും മാമോദീസായോട് സ്വീകരിക്കുന്ന കൃപകൾക്ക് വിശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ ദൈവത്തോട് പ്രത്യുത്തരിക്കാൻ സാധിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന് അമലോത്ഭവ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ മറിയം നമുക്ക് നൽകുന്ന മാതൃക, അമലോത്ഭവം എന്ന മഹാദാനത്തിന് കർമ്മപാപമില്ലാതെ ജീവിച്ച് പരിശുദ്ധിയിൽ ജീവിച്ച് മറിയം പ്രത്യുത്തരിച്ചതുപോലെ നമ്മളും മാമോദീസായിൽ സ്വീകരിച്ച കൃപകൾക്ക് ദൈവത്തോട് പ്രത്യുത്തരിക്കാൻ, വിശുദ്ധമായൊരു ജീവിതത്തിലൂടെ പ്രത്യുത്തരിക്കാനും അങ്ങനെ പരിശുദ്ധി പ്രാപിക്കാനും സ്വർഗത്തിൽ എത്തിച്ചേരാനും നമുക്കും ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിന് അമലോത്ഭവയായി ജനിച്ച് കർമ്മപാപമില്ലാതെ ജീവിച്ച് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.